ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2270. ഇന്ന് മാർച്ച് മാസം 19-ാം തീയതി, 78-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 32-ാമത്തെ ദിനം. രണ്ട് ഘടകങ്ങളാണ് നന്മയും തിന്മയും എന്ന സാധ്യതകളിലേക്ക് എന്നെ നയിക്കുന്നത്, എല്ലാ മനുഷ്യനെയും എത്തിക്കുന്നത്. സ്നേഹവും സ്നേഹമില്ലായ്മയുമാണ് ആ രണ്ട് ഘടകങ്ങൾ. സ്നേഹത്തിന് മാത്രമേ മനുഷ്യന്റെ ഉള്ളിലെ നന്മയുടെ ഉറവുകളെ ഉണർത്താനാവൂ. ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നമ്മുടെ സ്നേഹത്തിന് അർഹതയില്ല എന്ന് കരുതുന്നവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അവരെ എന്തുമാത്രം പരിവർത്തനപ്പെടുത്തും എന്നത് നമ്മുടെ കണക്കൂട്ടിൽ പോലും ഒതുങ്ങണമെന്നില്ല. ഒന്ന് ശ്രദ്ധിക്കാവൂ. യേശുവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശു നമുക്ക് നൽകിയ ആ പാഠം തന്നെയാണ്. എങ്ങനെ നോക്കിയാലും വലിയ ശാസന ആ ശിഷ്യന്മാർ അർഹിച്ചിരുന്നു. ചെറിയൊരു ശാസനയെങ്കിലും അവർക്ക് കൊടുത്തേ മതിയാവും. എത്ര സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് യേശു അവരെ ആ 3 വർഷക്കാലം കൊണ്ടു നടന്നത്. ആ ശിഷ്യന്മാർക്കെതിരെ അന്നത്തെ സമൂഹം എന്തുമാത്രം ആരോപണം ഉന്നയിച്ചായിരുന്നു. അപ്പോഴൊക്കെ അവരുടെ വായടപ്പിച്ചും ശിഷ്യന്മാരുടെ കുഞ്ഞു കുഞ്ഞ് ബലഹീനതകൾക്കും കുറവുകൾക്കും എന്തുമാത്രം ന്യായീകരണം യേശു കണ്ടെത്തിയുമൊക്കെയാണ് ശിഷ്യന്മാരെ തന്നോട് ചേർത്ത് പിടിച്ചത്. എന്നിട്ടും യേശുവിന്റെ ഏറ്റവും വലിയ സങ്കടരാവിൽ യേശുവിനെ തനിച്ചാക്കി ആ കൂട്ടം കടന്നു കളഞ്ഞു. ഒരാൾ ഒറ്റുകൊടുത്തു. ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ആണയിട്ട മറ്റൊരാൾ അറിയില്ല 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 എന്ന് ആണയിട്ട് തള്ളി പറഞ്ഞു. അവരുടെ സ്നേഹവും വിശ്വസ്തതയും ഒക്കെ എത്ര ദുർബലമാണെന്ന് വെളിപ്പെട്ട രാത്രി കൂടിയായിരുന്നു അത്. പിന്നെ കാൽവരിയിൽ നടന്ന സംഭവങ്ങളും തങ്ങൾ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് ശിഷ്യ സമൂഹത്തിന് അറിയാം. ആ ഒരു വലിയ കുറ്റബോധത്തിൽ ഇരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശു അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അവർ എന്തുമാത്രം പരിഭ്രമത്തോടുകൂടിയാവാം, എന്തുമാത്രം ലജ്ജയോടും ആത്മഭാരത്തോടും കൂടിയാവാം നോക്കിയിട്ടുണ്ടാവുക. ഇല്ല, തങ്ങളെ ശാസിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു നോട്ടം പോലുമില്ല ആ കണ്ണുകളിൽ. എന്നിട്ടോ നിങ്ങൾക്ക് സമാധാനമെന്നാണ് യേശു അവരോട് മന്ത്രിക്കുന്നത്. നമ്മൾ സുവിശേഷം ശരിക്കും വായിച്ചിട്ടുണ്ടോ? ഇടറിപ്പോയവരും ഇടറിപ്പോയവരെ വിധിക്കുന്നവരും ഒക്കെ എന്നാ ഇനി സുവിശേഷം വായിച്ചു തുടങ്ങുക. ആ സ്നേഹമൊന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ നമ്മളൊക്കെ എത്ര വേഗം ശരിയാവും, കുറെ കൂടി നല്ല മനുഷ്യനായി മാറും. വലിയ നോമ്പ് അതിനു വേണ്ടിയിട്ടല്ലേ? ആമേൻ.